Hi friends, welcome to all. So, we will in this session, we will engineering drawing. We will exams. We will repeat topics and questions. So, these questions, you questions questions related to topics. Almost engineering drawing PSC questions. Okay, one by one questions discuss. So, here is the first question. A line is placed in the first quadrant in such a way that the line is inclined to HP and parallel to VP. The elevation എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഏതിനാണ്? HP-ക്ക് ഇൻക്ലൈൻഡ് ആണ്, അതുപോലെ ഏതിനാണ്? VP-ക്ക് പാരലൽ ആണ്. പാരലൽ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് ടു HP. ഇൻക്ലൈൻഡ് ടു HP അതുപോലെ പാരലൽ ടു VP. എങ്ങനെയാണ് നമ്മളത് വരിക? നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുന്നത്, ടോപ്പ് വ്യൂ ആണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതാണ് ഫ്രണ്ട് വ്യൂ വരുന്നത് അല്ലേ? ഇതാണ് നമ്മൾ ഏത് വരിക? ഫ്രണ്ട് വ്യൂ വരുന്നത്. ഫ്രണ്ട് വ്യൂ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഏതിലാണ് നമ്മളെ ഫ്രണ്ട് വ്യൂ വരുന്നത്? നമ്മൾ ഇതാണ് VP വരുന്നത്, ഇതാണ് HP വരുന്നത്. സോ നമുക്ക് പറയാം, സോ അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏത് പറയാം? VP-യിലാണ്, ഓപ്ഷൻ C ആണ് നമുക്ക് ഏത് വരുന്നത്? ആൻസർ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. The ratio of length of the drawing to the actual length of the object. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഇൻ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ ഒബ്ജക്ട്. ഓക്കെ, സോ നമ്മൾ വലിയൊരു സംഭവം എടുക്കുന്നു, നമ്മൾ ഡ്രോയിങ്ങിലോട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ചെറുതാക്കി വരയ്ക്കും. ഓക്കെ, സോ അത് എത്രത്തോളം ചെറുതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലത് നമ്മൾ വലുതാക്കി വരയ്ക്കും. എത്രത്തോളം വലുതായിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് നോക്കിയിട്ടാണ് പറയുന്നത്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ നോക്കിയിട്ടാണ് പറയുന്നത്. സോ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ A, representative fraction. So question number 3. What is the use of the French curve? നമുക്ക് ഒരുപാട് തവണ previously എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇറഗുലർ കർവുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഇറഗുലർ കർവ്സുകൾ വരയ്ക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇതാ ഈ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് കർവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസറിൽ ടു ഡ്രോ സ്മൂത്ത് കർവ്, ടു ഡ്രോ ഇറഗുലർ കർവ്സ്, ഡ്രോ സർക്കിൾ, എലിപ്സ്, അതൊന്നുമല്ല നമുക്ക് വരുന്ന ആൻസർ ഏതാണ്? ഇറഗുലർ കർവ്സുകൾ വരയ്ക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫ്രഞ്ച് കർവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. The eccentricity of the parabola is. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും എസെൻട്രിസിറ്റി നമ്മൾ പഠിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? എലിപ്സിൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. പരാബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുപോലെ ഏതാണ് വരുന്നത്? ഹൈപ്പർബോള അല്ലേ? നമ്മൾ 3 കോണിക് സെക്ഷനുകളാണ്, ഈ പറഞ്ഞ 3 നമ്മുടെ കോണിക് സെക്ഷനുകളാണ്. ഇതിൻ്റെ ഏതാ വരുന്നത്? ഗ്രേറ്റർ ദാൻ 1. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എന്താണ് ഒരുപാട് എക്സാംസുകളിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ 3 വാല്യൂസും ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളോട് ഇവിടെ പരാബോളയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ നമ്മൾ പറഞ്ഞത്? പരാബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പരാബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് B ആയിരിക്കും. ഓക്കെ, പരാബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് വരുന്നത് ഏതാണ്? ഈക്വൽ ടു 1 ആണ് വരുന്നത്. ഓക്കെ, ഈക്വൽ ടു 1 ആണ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. If the scale of the map is 1 centimeter which is equal to 50 meter, അതായത് നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് 50 മീറ്റർ ആണ്. ഒറിജിനൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് 50 മീറ്റർ ആണ്. നമ്മളെ ഡ്രോയിങ്ങിൽ 1 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ RF എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് RF എന്ന് പറഞ്ഞാൽ അത് ഡ്രോയിങ്ങിലെ ഡയമെൻഷൻ 1 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ. അപ്പോൾ എത്രയാണ്? 50 മീറ്റർ. പക്ഷെ നമ്മൾ RF കണ്ടുപിടിക്കുമ്പോൾ രണ്ടും എന്ത് ചെയ്യണം? ഒരേ യൂണിറ്റിലോട്ട് കൊണ്ടുവരണം. സോ 1 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 50 into 100 centimeter which is equal to 1 by 50,000. 1 by 50,000. ഓപ്ഷൻ C ആണ് നമ്മൾ ഏത് വരിക? RF വരിക. അപ്പോൾ നിങ്ങൾ ഏതൊരു RF കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ്, 2 യൂണിറ്റും സെയിം ആയിരിക്കണം. അതുപോലെ ഡ്രോയിങ്ങിലെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6 പറയുന്നത്? A solid having 4 equilateral triangular faces is called. 4 equilateral triangle, ഒരു equilateral triangle ഇങ്ങനെ, രണ്ടാമത്തെ ഇങ്ങനെ, മൂന്നാമത്തെ ഇങ്ങനെ, 4 ഇങ്ങനെ. സോ 4 equilateral triangle വെച്ച് നമുക്ക് കിട്ടുന്ന ഷേപ്പിനാണ് നമ്മൾ ഏത് എന്ന് പറയുന്നത്? ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത്. ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മളൊരു ക്യൂബ് എന്ന് പറയുന്നത്. ഇതാണ് ക്യൂബ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ടുള്ള ടെട്രാഹെഡ്രൻ. നിങ്ങൾ നോക്കടോ, ഇവിടെ എന്താണ് വരിക? ഇതുപോലെയുള്ള 4 equilateral triangle നമ്മളിങ്ങനെ വെച്ചിട്ടാണുള്ളത്. ദെൻ അത് നമ്മളോട് അടുത്തേതാണ് നമുക്ക് വരുന്നത്? അടുത്തേതാണ്? പിരമിഡ്, പെന്റഗണൽ പിരമിഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാൻ പറ്റുള്ളത് എ സോളിഡ് ഹാവിംഗ് 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഇതൊക്കെയാണ് ബാക്കി വരുന്ന പെന്റഗണൽ പിരമിഡും അതുപോലെ ഏതാണോ അതിനനുസരിച്ചുള്ള പിരമിഡ് വരുന്നത്. സോ നമുക്ക് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ C, ടെട്രാഹെഡ്രൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ്? എ കർവ് ജനറേറ്റഡ് ബൈ ദ പോയിന്റ് മൂവിംഗ് ഓൺ ദ സർഫസ് ഓഫ് എ സിലിണ്ടർ ഓർ ഓൺ എ കോൺ ഇൻ ദ ആക്സിയൽ ഡയറക്ഷൻ. ഇൻ ദ ആക്സിയൽ ഡയറക്ഷൻ ആണ് ഏതിലാ? സിലിണ്ടറിലോ അല്ലെങ്കിൽ കോണിന്റെ മേലെ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ കോൺ എടുക്കുക,
അതിൻ്റെ ചുറ്റും നിങ്ങളൊരു സംഭവം ഇങ്ങനെ ചുറ്റി ആക്സിയൽ ഡയറക്ഷനിൽ, എന്നിട്ട് ആ കോൺ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഹെലിക്സ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ കോൺ ഇൻ ദ ആക്സിയൽ ഡയറക്ഷൻ അറ്റ് എ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ദ ആക്സിയൽ ഡയറക്ഷൻ അറ്റ് എ യൂണിഫോം റേറ്റ് ഈസ്, നമുക്ക് കിട്ടുന്നത് എന്താ? ഹെലിക്സ് ആണ്. ഹെലിക്സ് ആണ് ഇവിടെ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹെലിക്സ്. ഒരു കോണിൻ്റെയോ ഒരു സിലിണ്ടറിൻ്റെയോ ചുറ്റും നിങ്ങൾ ചുറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹെലിക്സ്. ഇതാണ് നമ്മൾ ഏത് വരുന്നത്? സൈക്ലോയിഡ്. എങ്ങനെയാണ് നമുക്ക് സൈക്ലോയിഡ് കിട്ടുന്നത്? ഒരു സർക്കിളിൻ്റെ എന്താ ചെയ്യുക, നിങ്ങൾ സർക്കംഫറൻസിൽ ഒരു പോയിന്റ് വെക്കുക, എന്നിട്ട് അതൊരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റെഡ് കളറിൽ കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ദെൻ ഒരു ലൈനിലെ ഒരു പോയിന്റ്, ആ ലൈൻ ആ സർക്കിളിന്റെ മേലെ സ്ലിപ്പ് ചെയ്യാതെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കർവിനെയാണ് നമ്മൾ ഏതെന്ന് പറയുക? ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ സൈക്ലോയിഡിന്റെ കേസിൽ നമ്മൾ പോയിന്റ് എവിടെയാണ് എടുത്തത്? സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് എടുത്തത്. അതിന് പകരം നിങ്ങൾ ആ സർക്കിളിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ പോയിന്റ് എടുത്തിട്ട് ഈ രണ്ടെണ്ണം അങ്ങനെ വരയ്ക്കുകയാണെങ്കിലാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ട്രോക്കോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് പറയുന്നത്? ട്രോക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് മാറി ഇങ്ങനെ PSC എക്സാംസുകൾ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഹെലിക്സ് ആണ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, എ കോണിക് സെക്ഷൻ വിച്ച് ഹാവ് ഓൺലി വൺ ഡയറക്ട്രിക്സ്. ഒരൊറ്റ ഡയറക്ട്രിക്സ് വരുന്നത് ഏതാണ്? പരാബോളയാണ് നമുക്ക് എന്ത് വരുന്നത്? ഒരൊറ്റ ഡയറക്ട്രിക്സ് വരുന്ന കോണിക് സെക്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത രണ്ട് കോണിക് സെക്ഷൻ എന്ത് വരുന്നുണ്ട്? ദർ ആർ 2 ഡയറക്ട്രിക്സ്. 2 ഡയറക്ട്രിക്സ് നമുക്ക് വരാറുണ്ട്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 9, എ സ്കെയിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് 3 യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് സച്ച് ആസ് അടുപ്പിച്ചുള്ള മീറ്റർ, ഡെസിമീറ്റർ, സെന്റിമീറ്റർ പോലുള്ള 3 അടുപ്പിച്ചുള്ള നമ്മൾ യൂണിറ്റുകൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഏതാണ്? ഡയഗണൽ സ്കെയിൽ ആണ്. അതിനൊന്നും കൂടെ അക്യുറേറ്റ് ആയിട്ട് കാണിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വെർനിയർ ആൻസർ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻ സ്കെയിൽ നമുക്ക് 2 യൂണിറ്റുകൾ അല്ലെ, ഏതെങ്കിലും 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണിക്കാൻ പറ്റുള്ളൂ. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞാലോ RF സെയിം ആയതുകൊണ്ട് നമ്മൾ 2 ഡിഫറെന്റ് യൂണിറ്റുകൾ നമ്മൾ സ്കെയിൽ കാണിക്കുന്നതാണ് ഏത്? കമ്പാരിറ്റീവ് സ്കെയിൽ. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഡയഗണൽ സ്കെയിലാണ് നമുക്ക് ഏത് വരുന്നത്? ആൻസർ വരുന്നത് ഡയഗണൽ സ്കെയിലാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10, D0 ഡ്രോയിങ് ബോർഡ്. അപ്പോൾ നമ്മൾ ഷീറ്റുകളുടെ സൈസും അതുപോലെ തന്നെ ഡ്രോയിങ് ബോർഡുകളുടെ സൈസും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രീവിയസ്ലി PSC എക്സാംസുകൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നിമിയിൽ തന്നിട്ടുള്ള D0, D1, D2, D3 ഒക്കെ തന്നിട്ടുണ്ട്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള D0 ആണ്. എത്രയാണ് വരുന്നത്? 1500. അതുപോലെ 1000 ആണ് ഏത് വരുന്നത്? അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വരുന്നത്. തിക്നെസ് ആണ് ഏത് എന്ന് പറയുന്നത്? 25 mm. അതും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഏതാണ് സൈസ് ഓഫ് D0? നമുക്ക് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി 1500 mm ആൻഡ് 1000 mm ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11, ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ് വേർ ദ ഒബ്ജക്ട് ഈസ് ഇഫ് ദ എലിവേഷൻ ആൻഡ് ടോപ്പ് വ്യൂ ഈസ് എബോവ് XY ലൈൻ. രണ്ടും XY ലൈനിന് മുകളിലാണെങ്കിൽ, രണ്ടും XY ലൈൻ, അതായത് HP, VP, അതുപോലെ നമ്മൾ 2 വ്യൂവും ഏത് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമ്മളത് രണ്ടും XY ലൈനിന് മുകളിലാണെങ്കിൽ അത് ഏതായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. അത് ഏതായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റ് കേസിൽ എന്താണ്? നമുക്കറിയാം ഏതാണ്? VP മുകളിലും HP താഴെയാണ്. തേർഡ് ക്വാഡ്രന്റ് കേസിലോ നേരെ ഓപ്പോസിറ്റ്, HP മുകളിലും VP XY ലൈനിന്റെ താഴെയാണ്. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ രണ്ടും XY ലൈനിന്റെ താഴെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. സോ രണ്ടും XY ലൈനിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഏത് പറയാം? സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്ന് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12, ഇൻ എ ഡ്രോയിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡിസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ്. നമ്മൾ ഡ്രോയിങ്ങിൽ നമ്മൾ ലെറ്റേഴ്സിന് ABCD എന്ന് പറയുന്ന നമ്പേഴ്സ് 1, 2, 3 ഒക്കെ നമ്മൾ ഡെസിഗ്നേറ്റ് അക്കോർഡിംഗ് ടു BIS അനുസരിച്ച് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 13, 2.1 സ്കെയിൽ റെപ്രസെന്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് 2.1 എഴുതിയാൽ, നമ്മൾ ഡ്രോയിങ്ങിൽ സ്കെയിൽ എഴുതിയാൽ ഇതാണ് ഏത് എന്ന് പറയുന്നത്? ഡ്രോയിങ് സൈസ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും നമ്മൾ ആദ്യം എഴുതുന്നത് ഒന്നെങ്കിൽ ന്യൂമറേറ്റർ അല്ല, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള അല്ലെങ്കിൽ റേഷ്യോയിൽ ആദ്യം ഉള്ളത് ഡ്രോയിങ് സൈസും രണ്ടാമത് വരുന്ന ഏതാണ്? ഒബ്ജക്ട് സൈസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒബ്ജക്ട് സൈസിനേക്കാളും ഡബിൾ ആണ് ഏത് എന്ന് പറയുന്നത്? ഡ്രോയിങ് സൈസ്. അപ്പോൾ നമ്മൾ അവിടെ എൻലാർജ് ചെയ്തൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത്? സോ ഇവിടെ ഏതാണ് വരിക? ഇതൊരു എൻലാർജ്ഡ് സ്കെയിൽ ആണ് വരിക. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, സപ്പോസ് 1:3 അല്ലെങ്കിൽ 5:8 എന്നൊക്കെ പറയുകയാണെങ്കിലോ, രണ്ടാമത്തെ ഞാൻ ഈ എഴുതിയ വാല്യൂലേ ഒക്കെ രണ്ടാമത്തതാണ് കൂടുതൽ. ദാറ്റ് മീൻസ് ഏതാണ്? ഒബ്ജക്റ്റ് ആണ് കൂടുതൽ, ഡ്രോയിങ് ചെറുതാണ്. ദാറ്റ് മീൻസ് ഏതാ? റെഡ്യൂസ്ഡ് സ്കെയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് ആൻസർ വരിക? എൻലാർജ്ഡ് സ്കെയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് A0 ഡ്രോയിങ് ഷീറ്റ് ഈസ് ആസ് പെർ BIS. അപ്പോൾ അത് ഓരോന്നിൻ്റെ തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു വെക്കുക. A0യുടെ ഏതാ നമുക്ക് വരുന്നത്? 841:1189 അല്ലേ? 841:1189. അതായത് ഇത് വിഡ്ത്തും ഇത് ലെങ്ത്തും വരും നമുക്ക്. അപ്പോൾ A0 മുതൽ നിങ്ങൾ ഏത് വരെ പഠിക്കണം? A5 വരെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ വിഡ്ത്തായിരിക്കും ഇതിൻ്റെ ലെങ്ത്ത്. ഇത് ഓരോ റിലേഷനും ഇങ്ങനെ വരുന്നുണ്ട്. ദെൻ അതിൻ്റെ പോലെ ഏതാണ്? അതുപോലെ അടുത്ത റിലേഷൻ എന്താ? ഇവിടെ വരുന്നതിൻ്റെ
ഹാഫ് ആണ് ഇവിടെ വരിക. ഓക്കെ, ഹാഫ് എന്ന് പറയുമ്പോൾ 0.5 വരുമ്പോൾ നമ്മൾ ഒഴിവാക്കും, ബാക്കിയുള്ള ഹാഫാണ് നമുക്ക് എന്ത് വരിക വരുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 15, ലെറ്റേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് വിച്ച് ഡിഗ്രി ടു ദ ബേസ്. അതായത് നമ്മൾ ഇറ്റാലിക് ലെറ്റേഴ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ബി ഇങ്ങനെ ഇതിന് വരെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അത് എത്രയാണ് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ളതാണ് ബേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബേസ് എന്ന് ഈ ഒരു ലെറ്റർ ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടാവുക 75 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഇതൊക്കെ നമുക്ക് ഒന്നിലേറെ തവണ എക്സാംസുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് റൊട്ടേറ്റിംഗ് ഡിഗ്രി. എത്ര ഡിഗ്രിയിലാണ് ഹൊറിസോണ്ടൽ പ്ലെയിനുകൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണ് റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എച്ച് പിനെയും വി പിനെയും വരയ്ക്കുക. എച്ച് പിനെ വരയ്ക്കുക, എച്ച് പി ഇതാണ് എച്ച് പി വരിക. ദാറ്റ് മീൻസ് നമ്മൾ എത്രയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? 90 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. 90 ഡിഗ്രിയാണ് നമ്മൾ ആ ഒരു പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 17, ഐസോമെട്രിക് ഡ്രോയിങ്സ് ആർ അറ്റ് വിച്ച് ഡിഗ്രി ഫ്രം ദ പ്ലെയിൻ. നമുക്കറിയാം നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ഒരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരച്ചാൽ നമ്മളത് പ്ലെയിനിൽ നിന്നും 30 ഡിഗ്രി അല്ലെ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂസുകൾ നമ്മൾ വരയ്ക്കുന്നത്. ഇതും ഒരുപാട് തവണ നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഏത് പറയാം? ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ് വരുന്നത് ഇവിടെ? 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18, ഇൻ ടൈപ്പ് ബിയിൽ ദ ഹൈറ്റ് ഓഫ് ദി ലെറ്റർ ഈസ് 4 mm. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ്? എങ്ങനെ നമുക്ക് കിട്ടാടോ? നമുക്കറിയാം ബി ടൈപ്പിൽ സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2/10h ആണ്. നമ്മൾ അങ്ങനെ എല്ലാത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2/10h ആണ്. സോ ഇവിടെ എന്ത് വരും? 2/10 × 4 എന്ന് വരും. സോ നമുക്ക് ഏത് കിട്ടും? 0.8 mm എന്ന് കിട്ടും. ഡി ആണ് നമുക്ക് എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഈസ് യൂസ്ഡ് ടു ഡ്രോ സെൻട്രൽ ലൈൻസ്? സെൻട്രൽ ലൈൻസിന് വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? സെൻട്രൽ ലൈൻസ് നമ്മൾ ചെയിൻ തിൻ ലൈൻസുകളാണ് നമ്മൾ സെൻട്രൽ ലൈൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20, ഫോർ റെഗുലർ പെൻറ്റഗൺ ദ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഫോംഡ്. അപ്പോൾ നമുക്കറിയാം ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള 5 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 108 ഡിഗ്രി ആണ്. സോ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത്ര വരും. സോ ഇത് ടോട്ടൽ 180 ആണെങ്കിൽ മറ്റേത് എത്ര വരിക? 72 ഡിഗ്രിയാണ് നമുക്ക് എന്ത് വരിക? ഒരൊറ്റ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21, for an ellipse the sum of the distances of 2 points from the curves from the focus is. നമ്മൾ ഇങ്ങനെ ഒരു എലിപ്സ് എടുക്കുന്നു. എലിപ്സിൽ ഇതാ ഒരു ഫോക്കസ് ഇവിടെയും ഒരു ഫോക്കസ് ഇവിടെയും ഞാൻ എടുക്കുന്നു. ഓക്കെ, ഒരു ഫോക്കസ് ഇവിടെയും ഒരു ഫോക്കസ് ഇവിടെ എടുക്കുന്നു. 2 ഫോക്കസ് ആണ് ഒരു എലിപ്സിന് വരിക. നിങ്ങൾ ആ കർവിലുള്ള ഏതെങ്കിലും പോയിന്റ് എടുത്ത് അതിലോട്ടുള്ള ഡിസ്റ്റൻസിന്റെ സമ്മ്, 2 ഫോക്കസ് എന്നുള്ള ഡിസ്റ്റൻസിന്റെ സമ്മ്, അതുപോലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലോട്ട് 2 ഫോക്കസ് എന്നുള്ള ഡിസ്റ്റൻസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ മേജർ ആക്സിസ് ആയിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതിന്റെ മേജർ ആക്സിസ്. സോ ബി ആണ് നമുക്ക് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 22, ഇൻ ഡ്രോയിങ് 1 meter drawing 20 centimeter സ്കെയിൽ എത്രയോടെ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 20/1 × 100 വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? 20/100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1:5 എന്ന് കിട്ടും അല്ലെ? 1:5 എന്ന് കിട്ടും. ഏത് ആൻസർ കിട്ടുന്നത്? സി ആണ് നമ്മുടെ ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 23, ദ കട്ട് പോയിന്റ് ഓഫ് മേജർ ആക്സിസ് ഇൻ ദ കർവ് ഓഫ് ആൻ എലിപ്സ്. എലിപ്സ് നമ്മൾ എടുക്കുന്നു. ഇതാണ് എലിപ്സിന്റെ മേജർ ആക്സിസ്, ഇതാണ് ഏത്? മൈനർ ആക്സിസ്. സോ മേജർ ആക്സിസ് കട്ട് ചെയ്യുന്ന ഈ പോയിന്റുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വേർട്ടെക്സ് എന്ന് പറയും. നമ്മൾ എന്ത് പറയും? വേർട്ടെക്സ് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 24, എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ റിവോൾവിംഗ് അബൌട്ട് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്. എടോ നിങ്ങളിങ്ങനെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുക്കുന്നു. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിൻ്റെ ഈ പെർപെൻഡിക്കുലർ സൈഡിനനുസരിച്ച് ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏതാ ഫോം ചെയ്യുക? അവിടെ ഒരു കോണല്ലേ ഫോം ചെയ്യുക. അവിടെ ഏതാണ് ഫോം ചെയ്യുക? ഒരു കോണാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു കോണാണ് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഏത് ആൻസർ വരും? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഏത് വരുന്നത്? ആൻസർ വരുന്നത്. കോണാണ് ഫോം ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 25, ദ ടോട്ടൽ ഇന്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. എത്രയുടെ ടോട്ടൽ ഇന്റേണൽ ആംഗിൾ റെഗുലർ ഹെക്സഗണിന്റെ വരുന്നത്? നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n-2 × 180 ഡിഗ്രി അല്ലേ? ടോട്ടൽ ഇട്ടോ സമ്മ്, ഈ ഓരോ ആംഗിളിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇതാണ് വരുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 6 - 2 × 180 വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 720 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 720 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചോദിച്ചാൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമ്മളിതാ ഒരു 25 ക്വസ്റ്റ്യൻസ് ഇൻ 15 minutes കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഈ ഓരോ ക്വസ്റ്റ്യനും പറയുന്ന ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു പോവുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരാൻ പോകുന്ന PSC എക്സാംസുകളിൽ ഡ്രോയിങ്ങിൽ ഒരു 80-90% ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യനുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.